ഇസ്രായേലിൽ നിന്നും കണ്ടെത്തിയ ആരാധനാ ശില ഹിസ്കിയാവോ രാജാവിന്റെ കാലത്തേതാണെന്നു കരുതപ്പെടുന്നു. യെരുശലേം ബിസി 8 നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ അസീര്യക്കാർ നശിപ്പിച്ച ഒരു ഇസ്രായേലി മാളികയിൽ നിന്നും കണ്ടെത്തിയ ഒരു കൂറ്റന് ആരാധനാ ശില ഏതാനും വർഷങ്ങൾക്കു മുമ്പ് യെരുശലേം ദൈവാലയത്തിൽ യഹൂദ ആരാധനയെ കേന്ദ്രീകരിക്കാന് യഹൂദ രാജാവായ ഹിസ്കിയാവു നടത്തിയ പരിഷ്കാരത്തിന്റെ ചരിത്രത്തിലേക്ക് കൂടുതൽ തെളിവുകൾ നൽകിയേക്കാമെന്ന് പുരാവസ്തു ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. 2 രാജാക്കന്മാർ 18 അധ്യായത്തിൽ വിവരിക്കുന്നതുപോലെ ഹിസ്കിയാവ് തന്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെ യഹോവയ്ക്ക് പ്രസാദമായത് ചെയ്തു. അവൻ പൂജാഗിരികളെ നീക്കി വിഗ്രഹസ്തംഭങ്ങളെ തകർത്തു, അശേരാ പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞു. അപ്രകാരം ചെയ്ത സമയത്ത് ആ കല്ല് നീക്കം ചെയ്തിരിക്കാമെന്നാണ് ബാർ ഇലാണ് സർവകലാശാലയിലെ പ്രൊഫ. അബ്രഹാം ഫോസ്റ്റ് പറയുന്നത്. ഏകദേശം 1.4 മീറ്റർ ഉയരവും 750 കിലോഗ്രാം ഭാരവുമുള്ള ഒരു കൂറ്റന് കല്ല് ഇസ്രായേലിലെ യഹൂദ്യൻ ഷെഫാലയുടെ താഴ്ന്ന പ്രദേശങ്ങൾ തെക്കുകിഴക്കൻ പ്രദേശത്തുള്ള ടെൽ ഈറ്റനിൽ നിന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. കല്ല് 2 ഭാഗങ്ങളായി വെട്ടിമുറിക്കപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത്. ഹീബ്രുവിൽ മസ്സേബ, ഇംഗ്ലീഷിൽ സ്റ്റാൻഡിംഗ് സ്റ്റോണ് എന്നറിയപ്പെടുന്നു. അന്നത്തെ ആളുകൾ വലിയ കല്ലുകൾ ചെത്തിയൊരുക്കി അതിനെ ഒരു പ്രതീകമായി കണ്ട് ആരാധിച്ചിരുന്നുവെന്നാണ് പൊതുവെ എല്ലാ പണ്ഡിതന്മാരും മതനേതാക്കളും അഭിപ്രായപ്പെടുന്നത്. ഒരു മതപരിഷ്കാരത്തിന്റെ ഫലമായിട്ടായിരിക്കാം ഈ കല്ല് നീക്കം ചെയ്തതെന്ന് ഫോസ്റ്റ് പറഞ്ഞു. 2 രാജാക്കന്മാർ 18 അധ്യായത്തിൽ വിവരിക്കുന്നതുപോലെ ഹിസ്കിയാവ് തന്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെ യഹോവയ്ക്ക് പ്രസാദമായത് ചെയ്തു. അവൻ പൂജാഗിരികളെ നീക്കി വിഗ്രഹസ്തംഭങ്ങളെ തകർത്തു, അശേരാ പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞു. അപ്രകാരം ചെയ്ത സമയത്ത് ആ കല്ല് നീക്കം ചെയ്തിരിക്കാമെന്നാണ് ബാർ ഇലാണ് സർവകലാശാലയിലെ പ്രൊഫ. അബ്രഹാം ഫോസ്റ്റ് പറയുന്നത്. ഏകദേശം 1.4 മീറ്റർ ഉയരവും 750 കിലോഗ്രാം ഭാരവുമുള്ള ഒരു കൂറ്റന് കല്ല് ഇസ്രായേലിലെ യഹൂദ്യൻ ഷെഫാലയുടെ താഴ്ന്ന പ്രദേശങ്ങൾ തെക്കുകിഴക്കൻ പ്രദേശത്തുള്ള ടെൽ ഈറ്റനിൽ നിന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. കല്ല് 2 ഭാഗങ്ങളായി വെട്ടിമുറിക്കപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത്. ഹീബ്രുവിൽ മസ്സേബ, ഇംഗ്ലീഷിൽ സ്റ്റാൻഡിംഗ് സ്റ്റോണ് എന്നറിയപ്പെടുന്നു. അന്നത്തെ ആളുകൾ വലിയ കല്ലുകൾ ചെത്തിയൊരുക്കി അതിനെ ഒരു പ്രതീകമായി കണ്ട് ആരാധിച്ചിരുന്നുവെന്നാണ് പൊതുവെ എല്ലാ പണ്ഡിതന്മാരും മതനേതാക്കളും അഭിപ്രായപ്പെടുന്നത്. ഒരു മതപരിഷ്കാരത്തിന്റെ ഫലമായിട്ടായിരിക്കാം ഈ കല്ല് നീക്കം ചെയ്തതെന്ന് ഫോസ്റ്റ് പറഞ്ഞു.